ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംബൽപൂർ IIM സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി നിർവഹിക്കും. കോവിഡ്-19 വാക്സിന്റെ രാജ്യവ്യാപക ഡ്രൈ റൺ ഇന്ന്. എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങൾ ഉൾപ്പെടെ 4 ഇടങ്ങളിൽ ഡ്രൈ റൺ നടക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.08%. കേരളത്തിൽ ഇന്നലെ 5111 പേർക്ക് രോഗമുക്തി. ഇന്ത്യ UK വിമാന സർവീസുകൾ ഈ മാസം 8 മുതൽ പുനരാരംഭിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ താൽക്കാലിക അംഗത്വ കാലാവധി ആരംഭിച്ചു. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒഡീഷയിലെ സംബൽപൂർ IIM സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഒഡീഷ ഗവർണർ ഗണേഷി ലാൽ, മുഖ്യമന്ത്രി നവീൻ പട്നായിക്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് തുടങ്ങിയവർ സംബന്ധിക്കും. വ്യവസായ പ്രമുഖർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ ഉൾപ്പെടെ 5000-ലധികം പേരാണ് വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ് റൂമിലൂടെ അധ്യയനം നടത്തുന്ന ആദ്യ IIM ആണ് ജബൽപൂരിൽ ഉള്ളത്. മറ്റ് IIMകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 MBA ബാച്ചുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയ സ്ഥാപനമാണ് ജബൽപൂർ IIM. 400 കോടിയിലധികം രൂപ കേന്ദ്ര സഹായത്തോടെ 200 ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന IIMന്റെ സ്ഥിരം ക്യാമ്പസ് 2022ഓടെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. വാക്സിൻ വിതരണം ഒഴികെ മറ്റ് എല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു. കോവിഡ് വാക്സിൻ ലഭ്യമാകുമ്പോൾ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനം വിലയിരുത്തുകയാണ് ഡ്രൈ റണ്ണിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഡ്രൈ റണ്ണിനായി സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഡ്രൈ റണ്ണിന്റെ സുഗമമായ നടത്തിപ്പിന് ഭരണകൂടങ്ങളും മെഡിക്കൽ ഓഫീസർമാരും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികൾ ഇതിനായി പൂർണ്ണ സജ്ജമാണെന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചു. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യമെന്ന് ശ്രീ ഹർഷവർദ്ധൻ വ്യക്തമാക്കി. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് ഡ്രൈ റൺ നടത്തുന്നത്. കോവിഡ് കർമ്മസേന തലവനും നീതി ആയോഗ് അംഗവുമായ ഡോക്ടർ VK പോൾ യോഗത്തിൽ സംബന്ധിച്ചു. അതിനിടെ കോവിഡ് വാക്സിൻ വിതരണത്തിനായി സർക്കാർ 83 കോടി സിറിഞ്ചുകൾക്ക് ഓർഡർ നൽകി. ഇതുകൂടാതെ 35 കോടി സിറിഞ്ചുകൾ കൂടി വാങ്ങാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ മരുന്ന് സൂക്ഷിക്കുന്നതിനായി 28,947 ശീതീകരണ ശൃംഖല കേന്ദ്രങ്ങളാണ് രാജ്യത്തുടനീളം സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തൊഴിലിടങ്ങളിൽ വെച്ച് അംഗവൈകല്യം സംഭവിക്കുന്നവരെയും നഷ്ടപരിഹാരത്തിന് അർഹരാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇവരെ ജോലിയിൽ തുടരാൻ അനുവദിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. CRPF, BSF, CISF തുടങ്ങിയ സേനകളിൽ ജോലി ചെയ്യവെ ഇത്തരം വൈകല്യങ്ങൾ സംഭവിക്കുന്ന യുവാക്കൾക്ക് പുതിയ നിയമം ഉപകാരപ്രദമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇത്തരം ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന നിയമങ്ങളിൽ കാതലായ ഇളവുകൾ വരുത്താനും നരേന്ദ്രമോദി സർക്കാർ പരിശ്രമിക്കുന്നതായി ശ്രീ ജിതേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു. മിസ്ഡ് കോളിലൂടെ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ദൌത്യത്തിന്റെ വിജയമാണ് ഈ സംവിധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഓയിൽ ഉപഭോക്താക്കൾക്ക് 8454955555 എന്ന നമ്പറിലേക്ക് മിസ്ഡ് കോൾ ചെയ്ത് ഇന്ത്യയിൽ എവിടെ നിന്നും പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യ UK വിമാന സർവീസുകൾ ഈ മാസം 8 മുതൽ പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനം ബ്രിട്ടനിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വിമാന സർവീസുകൾ നിർത്തിവച്ചത്. ഈ മാസം 23 വരെ പ്രതിവാരം 30 സർവീസുകൾ വീതം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. മുംബൈ, ഹൈദരാബാദ്, ഡൽഹി വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസുകൾ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ താൽക്കാലിക അംഗത്വ കാലാവധി ഇന്നലെ മുതൽ ആരംഭിച്ചു. 2 വർഷമാണ് താൽക്കാലിക അംഗത്വ കാലാവധി. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് UN സുരക്ഷാ സമിതിയിൽ നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് മുൻ നയതന്ത്ര വിദഗ്ധൻ അശോക് സജ്ജൻഹർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.08%. കഴിഞ്ഞ ദിവസം മാത്രം 23,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. ആകെ രോഗബാധിതരിൽ 2.47% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 25ആയി. വ്യാപന തോത് കൂടുതലാണ് എന്നതാണ് ഈ വൈറസിന്റെ പ്രത്യേകത. കൂടുതൽ പേരിലേക്ക് ഇവ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറോളജിസ്റ്റ് ഡോക്ടർ ഷാഹിദ് ജമീൽ അറിയിച്ചു. കോവിഡിനെതിരെ അടിയന്തര സാഹചര്യങ്ങളിൽ പുനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും നൽകിയ അപേക്ഷകൾ പരിശോധിക്കാൻ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. കേരളത്തിൽ ഇന്നലെ 5,111 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 4,991 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,054ആയി. 52,790 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 9.45% രോഗസ്ഥിരീകരണ നിരക്ക്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കരുതലുകളോടെ ചില ഇളവുകൾ വരുത്തി കേരളം. ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം. മാനദണ്ഡങ്ങൾ പാലിച്ച് പകുതി സീറ്റുകളിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ. ജനുവരി 5 മുതൽ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ അനുവദിക്കും. ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും പരമാവധി 100 പേർക്കും പുറത്തെ പരിപാടികളിൽ 200 പേരെയാണ് അനുവദിക്കുന്നത്. പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഇക്കാര്യം ഉറപ്പുവരുത്തണം. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,43,00,000 കടന്നു. ഇതിൽ 5,96,00,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 18 ലക്ഷത്തിലധികമായി. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ 3.5 ലക്ഷം പിന്നിട്ടു. കോവിഡ് ചികിത്സയുടെ അടിയന്തര ഘട്ടങ്ങളിൽ ഫൈസർ ബയോൺടെക് വാക്സിൻ ഉപയോഗിക്കുന്നതിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകി. ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഈ വാക്സിൻ ഉടൻ ലഭ്യമാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ചരക്കു സേവന നികുതി നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന തുക ഇക്കഴിഞ്ഞ ഡിസംബറിൽ സമാഹരിച്ചു. 1,15,174 കോടി രൂപയാണ് ജിഎസ്ടി വരുമാന ഇനത്തിൽ കേന്ദ്ര സർക്കാർ സമാഹരിച്ചത്. ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ സേന വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം. ഇന്നലെ 2 പ്രാവശ്യം വെടിവയ്പും ഷെല്ലാക്രമണവും ഉണ്ടായതായി പ്രതിരോധ വക്താവ് അറിയിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള ചരിത്രപരമായ ധാരണാപത്രത്തിൽ നാഫെഡും ജമ്മുകശ്മീർ ഭരണകൂടവും ഒപ്പുവച്ചു. ജമ്മുവിലെ ഹോർട്ടികൾച്ചർ മേഖലയിൽ വൻമാറ്റം സൃഷ്ടിക്കാൻ ഈ നടപടി വഴിതെളിക്കും. ആപ്പിൾ, വാൾനട്ട്, ചെറി, പുഷ്പങ്ങൾ തുടങ്ങിയവയുടെ വിപണനത്തിലൂടെ കർഷകരുടെ വരുമാനം 3 മുതൽ 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലുള്ള മ്യൂസിയം ഈ മാസം 5-ന് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മാർച്ച് 13-നാണ് മ്യൂസിയം അടച്ചിട്ടത്. തിങ്കളാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ഒഴികെ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. കാബൂൾ സർവകലാശാലയിലെ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മൊഹമ്മദ് ആദലിന് അഫ്ഗാൻ സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചു. അഫ്ഗാൻ ആഭ്യന്തരകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ആക്രമണത്തിൽ പങ്കുള്ള മറ്റ് 5 പേർക്കും കോടതി ശിക്ഷ വിധിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം നവംബർ 2-ന് കാബൂൾ സർവകലാശാലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 22 പേർ മരിക്കുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒരു മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ഗോവയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംബൽപൂർ ഐഐഎം സ്ഥിരം ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി നിർവഹിക്കും. കോവിഡ്-19 വാക്സിന്റെ രാജ്യവ്യാപക ഡ്രൈ റൺ ഇന്ന്. എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങൾ ഉൾപ്പെടെ 4 ഇടങ്ങളിൽ ഡ്രൈ റൺ നടക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.08%. കേരളത്തിൽ ഇന്നലെ 5,111 പേർക്ക് രോഗമുക്തി. ഇന്ത്യ യുകെ വിമാന സർവീസുകൾ ഈ മാസം 8 മുതൽ പുനരാരംഭിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ താൽക്കാലിക അംഗത്വ കാലാവധി ആരംഭിച്ചു. ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15.